ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ITI കേരള ചാനലിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്ന് സെക്കൻഡ് ഇയർ ട്രേഡുകളുടെ വർക്ക്ഷോപ്പ് കാൽക്കുലേഷനിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട പോർഷനാണ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ്. അത് ഒരു പ്രധാനപ്പെട്ട പോർഷൻ എന്ന് പറയാൻ കാരണം ഇത് വളരെ ചെറിയൊരു പോർഷനാണ്. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് റെഗുലറായിട്ട് ഒരു 3-4 മിനിമം ചോദിച്ച് കാണുന്നുമുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണിത് വളരെ പ്രധാനപ്പെട്ട പോർഷനാണെന്ന് പറയാൻ കാരണം. വളരെ എളുപ്പത്തിൽ നമുക്കിത് മനസ്സിലാക്കാനും പഠിക്കാനും സാധിക്കും, കാരണം ഇത് വളരെ ചെറിയൊരു പോർഷനാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ആ സിലബസ് ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന വാട്ട് ഈസ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ആൻഡ് ഇറ്റ്സ് അഡ്വാൻറ്റേജസ്, അതൊന്ന്. രണ്ടാമതായിട്ട് പറഞ്ഞിരിക്കുന്നതിൻ്റെ പ്രക്രിയകൾ, അതായത് പലതരമുണ്ട്. ഒന്ന് ഹാർഡനിങ്, ടെമ്പറിങ്, നോർമലൈസിങ്, അനീലിങ് ആൻഡ് കേസ് ഹാർഡനിങ്. ഇത് നമുക്ക് ഈ ഒരു ഓർഡറിൽ പഠിക്കാം. അതായത് അനീലിങ് എന്താണ്, നോർമലൈസിങ് എന്താണ്, ഹാർഡനിങ് എന്താണ്, ടെമ്പറിങ് എന്താണ്, കേസ് ഹാർഡനിങ് എന്താണ്. ഇങ്ങനെ ഈ ഒരു ഓർഡറിൽ പഠിക്കുവാണെങ്കിൽ പെട്ടെന്ന് ഇത് മനസ്സിലാക്കാനും ഓർത്തിരിക്കാനും എളുപ്പമാണ്. ഓക്കെ, ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ഞാൻ ആദ്യമേ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിട്ട്, നമ്മൾ ITIയുടെ കേസിൽ സ്റ്റീലിൻ്റെ കേസാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, സ്റ്റീൽ മാത്രം പഠിച്ചാൽ മതി, ബാക്കിയൊന്നും നമ്മൾ ബോധർ ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, നമ്മുടെ കേസിൽ സ്റ്റീലാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതാദ്യം നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് എന്താണ്. ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ഈസ് കോമൺലി യൂസ്ഡ് ടു ഓൾട്ടർ ദി ഫിസിക്കൽ ഓർ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ത്രൂ ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ്. അത്രേ ഉള്ളൂ. ജസ്റ്റ് ഇതിനകത്ത് ഹീറ്റിങ്ങും കൂളിങ്ങും വഴി ഒരു മെറ്റീരിയലിൻ്റെ, അതായത് നമ്മുടെ കേസിൽ മെറ്റീരിയൽ സ്റ്റീലാണ്, ആ സ്റ്റീലിൻ്റെ ഫിസിക്കൽ ഓർ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ്, അതിൻ്റെ പ്രോപ്പർട്ടീസിൽ വരുത്താൻ പറ്റുന്ന കുറച്ച് മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്ന കാര്യങ്ങൾ, അത് ഹീറ്റിങ്ങും കൂളിങ്ങും വഴിയാണ്. ഹീറ്റിങ് നമ്മുടെ കേസിൽ എപ്പോഴും ഒരു ഫർണസിനകത്ത് വെച്ച് ഇതിൻ്റെ ക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചർ, ഞാനൊരു എക്സാമ്പിൾ എടുക്കാം. ഒരു സ്റ്റീൽ പീസാണ്, സ്റ്റീലിൻ്റെ ഒരു കട്ടയാന്നിരിക്കട്ടെ, ഇതൊരു സ്റ്റീലിൻ്റെ കട്ടയാന്നിരിക്കട്ടെ. ഈ സ്റ്റീലിൻ്റെ കട്ടയുടെ നമ്മൾ ഒരു ഫർണസിനകത്ത് വെച്ച്, നമ്മുടെ കേസ് എപ്പോഴും ഫർണസിനകത്താണ് നമ്മൾ ഹീറ്റ് ചെയ്യുന്നത്. ഇതിനെ ഒരു റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചർ 800 ഡിഗ്രി സെൽഷ്യസാണ്, അത് 800 ഡിഗ്രി സെൽഷ്യസ്. അതായത് ടു ബി പ്രിസൈസ് 775 മുതൽ 845 അല്ലെങ്കിൽ 50 വരെയാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള, നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പത്തിനും പഠിക്കാനും പറയാനും എളുപ്പത്തിന് 800 ഡിഗ്രി സെൽഷ്യസ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ആ ഒരു റേഞ്ചിലാണെന്ന് മനസ്സിലാക്കുക. 800 ഡിഗ്രി സെൽഷ്യസിൽ സ്റ്റീലിൻ്റെ ഒരു കട്ട, ഒരു വലിയൊരു കട്ട, ആ ഒരു കട്ട ഏകദേശം നമ്മുടെ ഈ ഒരു സൈസ് ഉണ്ടെന്ന് ഇരിക്കട്ടെ. ആ ഒരു കട്ട നമ്മളെടുത്തിട്ട് ഒരു ചൂളക്കകത്ത് അല്ലെങ്കിൽ ഒരു ഫർണസിനകത്ത് വെച്ചിട്ട് ചൂടാക്കണം. അതിന് സാധാരണ ഒരു കട്ട എങ്ങനെ എത്ര ഡിഗ്രി സെൽഷ്യസിലിരിക്കും? ഒരു 30-35 ഡിഗ്രി ആവറേജിലിരിക്കും. ഇതിനെ നമ്മൾ 800 ഡിഗ്രി സെൽഷ്യസ് വരെ നമ്മൾ ചൂടാക്കണം. ചൂടാക്കാൻ ഉപയോഗിക്കുന്ന ഫർണസിനകത്താണ്. ഈ ഒരു ചതുരം എന്ന് പറയുന്ന ഒരു ഫർണസ് ആണെന്നിരിക്കട്ടെ. അപ്പൊ നമ്മൾ ഇതിനകത്ത് തീ കൊടുത്തിട്ട് നമ്മൾ ഇതിനെ 800 ഡിഗ്രി സെൽഷ്യസ് ആക്കി. നമ്മൾ എന്നിട്ട് ഈ തീ നമ്മൾ കെടുത്തി, നമ്മൾ ആ ഹീറ്റ് സപ്ലൈ നിർത്തിയതിന് ശേഷം നമ്മൾ ഈ ഫർണസിനകത്ത് തന്നെ വെച്ച് നമ്മൾ ഇതിനെ തണുപ്പിക്കുക. ഫർണസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എയർ പാസേജ് ഇല്ല, നമ്മൾ ഇതിനകത്ത് കാറ്റ്, വായു സഞ്ചാരമില്ല. ഇതിനകത്ത് വെച്ച് തന്നെ തണുപ്പിക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഓൾറെഡി തീയില്ലെന്ന് മാത്രമേ ഉള്ളൂ, ഇതിന്റെ ആ ഒരു ഓവൻ പോലെ തന്നെ ഇതിനെ ആക്ട് ചെയ്യും. അപ്പൊ ഇതിനകത്ത് തണുക്കാൻ ഭയങ്കര താമസമായിരിക്കും. അപ്പൊ ഇതിന്റെ കൂളിംഗ് പ്രോസസ്സ് എപ്പോഴും സ്ലോ ആയിരിക്കും. അനീലിംഗ് ഏറ്റവും സ്ലോവസ്റ്റ് കൂളിംഗ് ആണ് ഇതിനകത്ത്. ഇത് ചിലപ്പോൾ 2 ദിവസമോ അല്ലെങ്കിൽ 3 ദിവസമോ, 2 ഡേയ്സ് അല്ലെങ്കിൽ 3 ഡേയ്സ് അല്ലെങ്കിൽ 4 ഡേയ്സ്, എനിക്കറിയില്ല, അത്രയും സമയം എടുക്കുമായിരിക്കും ഇതിനകത്ത് തണുക്കാൻ. ഇത് ഡേയ്സിലാണ്. ഓക്കെ, പക്ഷെ നോർമലൈസിങ് എന്താണ്? ഇതേ കട്ട എടുത്ത് നമ്മൾ വെളിയിൽ വെച്ച് ഇതിന് 800 ഡിഗ്രി സെൽഷ്യസ്, അതായത് റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചറിൽ നമ്മൾ ചൂടാക്കി കുറച്ചു നേരം ഹോൾഡ് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ ഇതും ഹോൾഡ് ചെയ്തിട്ടാട്ടോ നമ്മൾ ഇതിനകത്ത് വെക്കുന്നത്. ഇത് എന്നിട്ട് ഹോൾഡ് ചെയ്തതിന് ശേഷം നമ്മൾ ആ റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു സ്റ്റീൽ ബാർ എന്ന് പറഞ്ഞാൽ, ഒരു സ്റ്റീൽ ബാർ എപ്പോഴും നമുക്ക് നമുക്ക് ആദ്യം വരുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര കട്ടിയുള്ള ഹാർഡായിട്ടുള്ള സംഭവം. പക്ഷെ ഇതേ സാധനം നമ്മൾ നേരെ ഒരു ചൂളയ്ക്കകത്ത് അല്ലെങ്കിൽ ഫർണസിനകത്ത് വെച്ച് നമ്മൾ ചൂടാക്കി കഴിയുമ്പോഴത്തേക്ക് ഇത് ഉരുകാൻ തുടങ്ങുന്ന ഒരു ടെമ്പറേച്ചർ ഉണ്ട്. അതിനെയാണ് ഈ റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞത്. ഒരു മോൾട്ടൺ ലാവ സ്റ്റേജിലിരിക്കും ഈ സാധനം, നല്ല റെഡ് ആയിട്ടിരിക്കും, നല്ല ചുട്ട് പഴുത്ത് നല്ല റെഡ് ആയിട്ടിരിക്കുന്ന ആ ഒരു കണ്ടീഷനിൽ നമ്മളൊരു ടോങ് വെച്ച് നമ്മളിങ്ങനെ ഞെക്കുവാണെങ്കിൽ അത് ചെറുതായിട്ട് ഞെക്കുള്ളൂ, അല്ലെ? ആ ഒരു സംഭവത്തിന് ആ ഒരു ടെമ്പറേച്ചർ വരെയാണ് ഈ ഉദ്ദേശിക്കുന്നത്. ഇതിനെ നമ്മൾ ഹോൾഡ് ചെയ്തിട്ട് ഈ റൂം ടെമ്പറേച്ചറിലോട്ട് നമ്മൾ ആക്കുമ്പോൾ
വെറുതെ ഈ ചൂളയെന്ന് വെളിയിലെടുത്ത് നമ്മൾ അറ്റ്മോസ്ഫിയറിക് ഇതിനകത്ത് വെക്കുന്നത്. അപ്പോൾ അതിനകത്ത് കാറ്റുണ്ട്. ഈ കാറ്റ് ഇങ്ങനെ നമ്മൾ ഇതിനകത്ത് ഇങ്ങനെ ഒഴുകി ഒഴുകി കാറ്റ് വന്നുകൊണ്ട് ഇത് റൂം ടെമ്പറേച്ചറിൽ എത്താൻ ചിലപ്പോൾ ഒരു 5, 6, 7, 8 മണിക്കൂർ എടുക്കുമായിരിക്കും. ഇതിന് 2, 3, 4 ദിവസം എടുക്കുമ്പോഴത്തേക്ക് ഇത് അതിനനുസരിച്ച് പെട്ടെന്ന് കൂൾ ചെയ്യും. കാരണം ഇതിന് 4, 5 മണിക്കൂറും കൊണ്ട് കൂൾ ചെയ്യും. അപ്പോൾ ഇതിന്റെ കൂളിംഗ് റേറ്റ് ഇച്ചിരി കൂടുതലാണ്. ഏത് അനീലിങ്ങിനെ അപേക്ഷിച്ച് നോർമലൈസിങ്ങിന്റെ കൂളിംഗ് റേറ്റ് കൂടുതലാണ്. കാരണം ഇത് ചൂളയ്ക്കകത്തല്ല, അതിന്റെ വെളിയിലെടുത്തിട്ട് നമ്മൾ കാറ്റ് വായു സഞ്ചാരം ഉള്ളിടത്ത് വെച്ചാണ് ഇതിനെ കൂൾ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് ഇച്ചിരി പെട്ടെന്ന് കൂളാവും. പക്ഷെ അങ്ങനെ തണുക്കുമ്പോഴത്തേക്കും ഇതിനെ അപേക്ഷിച്ച് ഇതിന്റെ സ്ട്രെസ് റിലീവ് ആവുന്നത് ഇച്ചിരി കുറവായിരിക്കും. പക്ഷെ ഇതിനകത്ത് വളരെ പതുക്കെയാണ് ഇതിന്റെ അകത്തുള്ള സംഭവങ്ങളെല്ലാം സെറ്റായി സ്ട്രെസ് എല്ലാം റിലീവ് ചെയ്യും. അപ്പൊ ഇതിന്റെ ഈ അനീലിങ്ങിന്റെ ഗുണം എന്താന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത് വളരെ സ്ട്രെസ് റിലീവ് ചെയ്യുന്ന ഒരു സാധനമാണ്. അതായത് നമുക്ക് ഒരു ഉദാഹരണം പറയാം. സ്ട്രെസ് റിലീവ് ചെയ്യുന്നതിനെ കുറിച്ചൊരു ഉദാഹരണം പറയാം. നമ്മളിപ്പോൾ ഫുട്ബോൾ കളിക്കുകയോ അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കുകയോ ചെയ്ത് നമ്മുടെ കാലിനകത്ത് മസിൽ പിടിച്ച് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യും? സാധാരണഗതിയിൽ നമ്മൾ തിരുമുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ കയ്യിലെ ചൂടും നമ്മൾ ആ റബ്ബ് ചെയ്യുമ്പോൾ ഒരു ഫ്രിക്ഷൻ സംഭവിച്ച് നമ്മുടെ കാലിലോ അല്ലെ കയ്യിലോ ഇങ്ങനെ തിരുമ്മി കഴിയുമ്പോഴത്തേക്കും അവിടെ ചൂട് ഉൽപ്പാദിപ്പിക്കപ്പെടും. ആ ചൂട് തൽഫലമായി ആ ഒരു സ്ട്രെസ് പതിയെ റിലീവ് ആവും. പക്ഷെ അത് ഇച്ചിരി റേറ്റ് ഫാസ്റ്റ് ആക്കാൻ വേണ്ടി ആ ചൂട് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? മൂവിൻ്റെയോ അല്ലെങ്കിൽ വോളിനിയുടെ സ്പ്രേ എടുത്ത് നമ്മൾ അടിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് വോളിനിയുടെ സ്പ്രേ അടിക്കുമ്പോൾ നമുക്ക് എന്താ തോന്നുന്നത്? ഒരു ചൂട് എവിടെയാണ് നമ്മുടെ ഉളുക്കിയ അല്ലെങ്കിൽ മസിൽ കയറിയത് അത് ആ ചൂടങ്ങ് പിടിച്ചങ്ങ് കയറുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് അതിന്റെ പുറത്തോട്ടൊരു പട്ടീസും കൂടി കെട്ടുവാണെങ്കിൽ ആ ചൂട് പെട്ടെന്ന് വെളിയിലോട്ട് പോവാത്ത രീതിയിൽ നമുക്ക് തോന്നും. അത് പതിയെ ചൂട് ഇങ്ങനെ കുറഞ്ഞു വരും. അത് ഉദ്ദേശിക്കുന്നത് ചൂടാക്കിയിട്ട് പതിയെ വരുമ്പോഴത്തേക്കും അതിന്റെ കൂളിംഗ് റേറ്റ് കുറവാണ്. അപ്പൊ അതിനകത്തൊരു സ്ട്രെസ് റിലീവ്. അപ്പൊ അതിൻ്റെ അകത്ത് നമ്മുടെ ഒരു സ്ട്രെസ്സാണ് കിടക്കുന്നത്. നമ്മുടെ സ്ട്രെസ് റിലീവ് ചെയ്യുന്ന റേറ്റ് നല്ല റേറ്റ് ആയിരിക്കും. അതായത് ആ സ്ട്രെസ് പെട്ടെന്ന് നമുക്ക് മാറിയതായിട്ട് നമുക്ക് ഫീൽ ആവും. ഓക്കെ, ആ ഒരു സംഭവമാണ് അനീലിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. നോർമലൈസിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രീ എയറിൽ നമ്മൾ തണുപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ അതിനകത്ത് ഈ പറഞ്ഞ അത്രയും സ്ട്രെസ് റിലീവിങ് നടക്കുന്നില്ല. പക്ഷെ ഇതിന് നേരെ വിപരീതമായിട്ട് നമ്മൾ സാധാരണ കേസിൽ നമ്മൾ ഒരു ചൂളയിൽ നിന്ന് നമ്മളൊരു ലോക്കൽ ഒരു ആലയെ ചെന്നിട്ട് നമ്മളൊരു സാധനം നമ്മൾ അവരോട് പണിയാൻ പറഞ്ഞു. അവർ പണിത് നേരെ എടുത്ത് അവർ ചൂടാക്കിയതിന് ശേഷം വെള്ളത്തിനകത്തോട്ട് വെള്ളത്തിനകത്തോട്ട് മുക്കുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് കുറെ കൊമള വരുന്നതും സിസിലിംഗ് സൗണ്ടൊക്കെ പറഞ്ഞൊരു സൗണ്ടൊക്കെ കേൾക്കാം. അപ്പൊ ഇത് തന്നെയാണ് ഈ ഹാർഡനിങ് എന്നുള്ള പ്രോസസ്സ്. ഈ ഹാർഡനിങ് എന്നുള്ള പ്രോസസ്സ് എന്ന് പറയുന്നത് HARDENING ആണ്. ഹാർഡനിങ് എന്നുള്ള പ്രോസസ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇതേ സാധനം ചൂടാക്കിയതിന് ശേഷം നേരെ എടുത്തൊരു ചിലപ്പോൾ ടബിനകത്ത് വെള്ളമായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ടബിനകത്ത് ഓയിലായിരിക്കും. നമ്മൾ ഓയിൽ ബാത്ത് ചെയ്യാം, അല്ലെങ്കിൽ വാട്ടർ കൂളിങ് ചെയ്യാം. ഇപ്പൊ ഇതിനകത്ത് ഈ പെട്ടെന്ന് എടുത്ത് ഇതിനകത്തോട്ട് ഈ 800 ഡിഗ്രി സെൽഷ്യസ് ഉള്ള സാധനം പെട്ടെന്ന് ഈ നല്ല ചുട്ടുപഴുത്ത് റെഡ് കളർ ഇരിക്കുന്ന സാധനം വെള്ളത്തിനകത്തോട്ട് അല്ലെങ്കിൽ ഈ ഓയിൽ ബാത്തിനകത്തോട്ട് മുക്കുമ്പോഴത്തേക്കും ഇതിനകത്ത് പെട്ടെന്നായിരിക്കും കൂളിംഗ് സംഭവിക്കുന്നത്. ചിലപ്പോൾ ഒരു അരമണിക്കൂർ അല്ലെ 15 മിനിറ്റ് അല്ലെ 10 മിനിറ്റും കൂടി കൂളിംഗ് നടക്കും. ഈ വെള്ളമൊക്കെ ചിലപ്പോൾ തിളച്ച് മറിച്ച് പോകുന്നതൊക്കെ കാണാം. പക്ഷെ ഈ മുക്കുന്ന പ്രക്രിയനെ വിളിക്കുന്ന പേരാണ് ക്വെഞ്ചിങ് എന്ന് വിളിക്കും. ക്വെഞ്ചിങ്, QUNCHING, ക്വെഞ്ചിങ് എന്ന് വിളിക്കും. ഈ പ്രക്രിയക്ക് വിളിക്കുന്ന പേര് ക്വെഞ്ചിങ് എന്നും ഈ ചെയ്യുന്ന ഫുൾ പ്രക്രിയക്ക് വിളിക്കുന്ന പേര് ഈ ഹാർഡനിങ് എന്നും. ഇതിന്റെ ഹാർഡനിങ് എന്നുള്ള പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഈ സാധനം പെട്ടെന്ന് ഹാർഡാവും. നമ്മൾ ഈ ക്വെഞ്ചിങ് എന്നുള്ള പേര് നമുക്കൊരു റെഫറൻസ് ആയിട്ട് എടുക്കാം. ആ ഒരു ക്വെഞ്ചിങ് എന്നുള്ള സംഭവം എന്ന് പറഞ്ഞാൽ കൊഞ്ചിങ്, അതായത് കൊഞ്ച് പോലെയാണ്. നമ്മൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു 3 ട്രിപ്പ് പോയിട്ട് നമ്മളവിടെ രാത്രി നമ്മളേതെങ്കിലും ഒരു ഹോട്ടലിൽ താമസിക്കുമ്പോൾ നമ്മൾ ഭയങ്കര തണുപ്പാണ്. നമ്മൾ ഡിസംബർ മാസത്തിൽ ഭയങ്കര മഞ്ഞൊക്കെ വീണ് നല്ല ഹെവി തണുപ്പിലിരിക്കുന്ന സമയത്ത് ഈ കുളിമുറി നല്ല ചൂടുവെള്ളം ഉണ്ട് ആ ഹോട്ടലിൽ. ആ ചൂടുവെള്ളത്തിൽ നമ്മൾ കുളിച്ച് തീരാറാകുമ്പോഴത്തേക്കും പെട്ടെന്ന് ഈ വെള്ളം നിന്നുപോയി, ചൂടുവെള്ളത്തിന്റെ സപ്ലൈ നിന്നുപോയി. അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ എങ്ങനെയാലും സോപ്പൊക്കെ തേച്ചത് കഴുകിക്കളാണല്ലോ. നമ്മൾ തണുത്ത വെള്ളം തുറന്നു കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് ഈ വെള്ളം വീണിട്ട് നമ്മൾ ആകെ വിറച്ച് നമ്മൾ മരവിച്ച് കൊഞ്ച് പോലെ ആയിപ്പോവും. നമ്മൾ ആകെ സ്റ്റിഫായിപ്പോവും, ഹാർഡായിപ്പോവും. ഈ പ്രക്രിയനെ വിളിക്കുന്ന പേരാണ് ഹാർഡനിങ്. അപ്പൊ ഈ കൊഞ്ച് എന്ന് ഉദ്ദേശിക്കുന്നത് ക്വെഞ്ചിങ്. ഈ ഇത് രണ്ടും ബന്ധപ്പെട്ട് കിടക്കുന്നത് ഹാർഡായിപ്പോവും. നമ്മൾ
ഭയങ്കരമായിട്ട് നമ്മൾ കൊഞ്ചു പോലെ ആയി പോകും, നമ്മൾ പെട്ടെന്ന് ഹാർഡായി പോകുന്ന സ്റ്റിഫായി പോകുന്നതിനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സെയിം സാധനമാണ്. ഈ സാധനം നമ്മൾ പെട്ടെന്ന് ഇതിനകത്ത് ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഇത് പെട്ടെന്ന് ഹാർഡായി പോകും. പെട്ടെന്ന് എല്ലാം ഫുള്ള് തണുത്ത് കഴിയുമ്പോഴത്തേക്കും ഹാർഡായി പോകും. ഇതിന്റെ ഒരു ദൂഷ്യഫലം, ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വർക്കബിൾ ആയിരിക്കില്ല, അതായത് മെഷീനബിലിറ്റി കാണത്തില്ല. നമ്മളൊരു ടൂൾ പീസ് ആയിട്ടോ അല്ലെങ്കിൽ വർക്ക് പീസ് ആയിട്ടോ ഒക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്കും ഇത് പെട്ടെന്ന് ബ്രേക്കായി അല്ലെങ്കിൽ പൊട്ടിപ്പോവാൻ സാധ്യത കൂടുതലാണ്. ഓക്കെ, അപ്പം അങ്ങനെ ഒരു പ്രശ്നം ഇതിനകത്തുണ്ട്. പക്ഷെ ഇതിനകത്ത് നമ്മുടെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് മെച്ചമായിട്ട് കിട്ടുന്നത് ഭയങ്കര ഹാർഡാകുമ്പോഴത്തേക്ക് അത് വിയർ ആൻഡ് ടയർ ഒക്കെ തേയ്മാനമൊക്കെ കുറയും, പക്ഷെ പെട്ടെന്ന് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഈ സംഭവങ്ങൾ ഇതിനകത്ത് വരുന്ന ദൂഷ്യഫലങ്ങൾ കുറയ്ക്കാൻ വേണ്ടി അല്ലെങ്കിൽ മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ 800 ഡിഗ്രി സെൽഷ്യസ് ഉള്ളത്. നമ്മൾ ഇതിനകത്ത് മുക്കി തണുപ്പിച്ചു, ഫുള്ള് തണുത്ത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മളിതിനെ ചൂടാക്കുമ്പോൾ നമ്മൾ 200-250 ഡിഗ്രി ആയിട്ട് വരെ ചൂടാക്കിയാൽ മതി. ചൂടാക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനെ റൂം ടെമ്പറേച്ചറിൽ വിട്ട് കഴിയുമ്പോഴത്തേക്കും ഇതിന്റെ ഈ ഹാർഡനിങ്ങിൽ വരുന്ന കുറെ ദൂഷ്യഫലങ്ങളുണ്ട്, ആ സംഭവങ്ങളൊക്കെ മാറിക്കിട്ടും. അതിനെയാണ് നമ്മൾ ടെമ്പറിംഗ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇതിനകത്ത് ടെമ്പറിംഗ് എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. അതായത് ഹാർഡനിങ്ങിൽ വരുന്ന ദൂഷ്യഫലങ്ങൾ, അതായത് നമുക്ക് സംഭവിച്ച പാളിച്ചകളൊക്കെ മാറ്റാൻ വേണ്ടിയാണ് ടെമ്പറിങ്. അതായത് വീണ്ടും നമ്മൾ ഇതിനെ ചൂടാക്കുന്നു, വീണ്ടും നമ്മൾ റൂം ടെമ്പറേച്ചറിൽ തണുപ്പിക്കുന്നു. ചൂടാക്കുമ്പോൾ റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചർ വരെ ചൂടാക്കണമെന്നില്ല, അതാണ് ഇതിന്റെ പ്രത്യേകത. ഇതാണ് ഇത്രേ ഉള്ളൂ ടെമ്പറിങ്. ഇത്രയേ ഉള്ളൂ നമ്മൾ അനീലിങ്, നോർമലൈസിങ്, ഹാർഡനിങ്. അനീലിംഗ് എന്ന് പറഞ്ഞാൽ 800 ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കുന്നു, അതിന് ആ ഫർണസിനകത്ത് തീ കെടുത്തിയതിനു ശേഷം ഫർണസിനകത്ത് തന്നെ ഈ വർക്ക് പീസിനെ അല്ലെങ്കിൽ ഈ ഒരു മെറ്റൽ പീസിനെ അതിനകത്ത് ലീവ് ചെയ്യുന്നു, അതിനകത്ത് അവിടെ ഇട്ടേച്ച് പോരുന്നു. അത് ചിലപ്പോൾ തണക്കാൻ സമയം കൂടുതലെടുക്കും, പക്ഷെ അതിന്റെ സ്ട്രെസ് എല്ലാം റിലീവായി നമുക്ക് അതിനെ പല നല്ല ക്വാളിറ്റീസിലോട്ടും നമുക്കിതിനെ മാറ്റാൻ പറ്റും. സെയിം സാധനം നമ്മൾ പുറത്ത് ഫ്രീ അറ്റ്മോസ്ഫിയറിൽ വെച്ച് തണുപ്പിക്കുന്നതിനാണ് നോർമലൈസിങ്. ഇത് പെട്ടെന്ന് ക്വെഞ്ച് ചെയ്ത് തണുപ്പിക്കുന്നതിനാണ് ഹാർഡനിങ് എന്നും. ഈ ക്വെഞ്ചിങ് കാരണം നമുക്ക് ഇതിനകത്ത് വന്ന പാളിച്ചകൾ മാറ്റാൻ വേണ്ടി വീണ്ടും ഇതിനെ ചൂടാക്കിയിട്ട് റൂം ടെമ്പറേച്ചറിൽ തണുപ്പിക്കുന്നതിനാണ് ടെമ്പറിംഗ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കേസ് ഹാർഡനിങ് ആണ്. കേസ് ഹാർഡനിങ് എന്ന് അല്ലെങ്കിൽ സർഫസ് ഹാർഡനിങ്, സർഫസ് ഹാർഡനിങ് എന്ന് വിളിക്കും. ഈ സർഫസ് ഹാർഡനിങ് അല്ലെങ്കിൽ കേസ് ഹാർഡനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ സർഫസ് ഹാർഡനിങ് എന്ന് പറഞ്ഞ പേര് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലായി, അതായത് പുറംതോട്, അതായത് ഈ സ്റ്റീലിന്റെ പുറംതോട് മാത്രം കട്ടിയായിട്ടിരിക്കും, ഉള്ളു നല്ല അത്രയും കട്ടി കാണത്തില്ല. കാരണം അതിനകത്ത് കട്ടി കൂടുന്തോറും ഇതിനകത്ത് ഹാർഡ്നെസ് കൂടിക്കൊണ്ടിരിക്കും. പുറംതോട് ഹാർഡായിട്ടും അകം നല്ല സ്മൂത്ത് ആയിട്ടിരിക്കുന്നതിനെയാണ് കേസ് ഹാർഡനിങ് എന്ന് വിളിക്കുന്നത്. ഇതിൽ സംഭവിക്കുന്നത് പറഞ്ഞാൽ പുറത്ത് മാത്രം നമ്മൾ ചൂടാക്കുന്നു, അകത്ത് അധികം ചൂടാക്കുന്നില്ല. അപ്പൊ പുറത്ത് ചൂടാക്കിയിട്ട് പെട്ടെന്ന് തണുപ്പിക്കുമ്പോഴത്തേക്ക് ഇതിന്റെ വിയർ ആൻഡ് ടയർ, അപ്പൊ അതിന്റെ തേയ്മാനം കുറയുന്നു, ഇതിന്റെ ഹാർഡാവുന്നു, നല്ല സ്ട്രോങ് ആയിരിക്കും. പക്ഷെ അകത്ത് ഇമ്പാക്ട് ലോഡൊക്കെ പിടിക്കാനും കഴിയും. കാരണം ഇതിനകത്ത് എന്തെങ്കിലും ഇമ്പാക്റ്റോ എന്തെങ്കിലും അടിയിടി ഇതിനകത്ത് നല്ല ഒരു ലോഡൊക്കെ വരുന്നതാണെങ്കിൽ അകത്തുള്ള പൊട്ടാനുള്ള ചാൻസ് കുറവാണ്. കാരണം അകത്ത് അത്രയും ഹാർഡായിരിക്കില്ല. അതിനെയാണ് നമ്മൾ കേസ് ഹാർഡനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 5 കാര്യങ്ങളും എന്താണ് ഹീറ്റ് ട്രീറ്റ്മെന്റ്, അതിന്റെ അഡ്വാൻറ്റേജ്. ഹീറ്റ് ട്രീറ്റ്മെന്റ് അതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, ഹീറ്റ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇതിനകത്തുള്ള ചൂടാക്കിയിട്ട് ഇതിനെ തണുപ്പിക്കുന്നു. പെട്ടെന്ന് ചൂടാക്കുക എന്ന് പറഞ്ഞാൽ ഇതിനെ റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചറിലോട്ട് എത്തിച്ചിട്ട് പല റേറ്റിൽ ഇതിനെ തണുപ്പിക്കുന്നത്, അതിനെയാണ് ഹീറ്റ് ട്രീറ്റ്മെന്റ്. അപ്പൊ അതിൽ വരുന്ന പ്രോപ്പർട്ടീസ് പലതും ആയിരിക്കും. ഇപ്പൊ ഇതിൽ വരുന്ന പ്രോപ്പർട്ടി ആയിരിക്കില്ല ഇതിനും എല്ലാം പ്രോപ്പർട്ടീസ് വ്യത്യാസം ഉണ്ടാവും. പല പ്രോപ്പർട്ടീസിൽ നമുക്ക് വേണ്ടുന്ന പ്രോപ്പർട്ടിയിലോട്ട് നമുക്ക് ഇതിനെ എത്തിക്കാൻ പറ്റുന്നു. ഇതാണ് ഹീറ്റ് ട്രീറ്റ്മെന്റ്. ഓക്കെ, അതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അതിന്റെ മെഷീനബിലിറ്റി, അതിന്റെ വിയർ ആൻഡ് ടയർ, അതിന്റെ ഡക്റ്റിലിറ്റി, ഇതെല്ലാം നമുക്ക് അഡ്വാൻറ്റേജ് ആയിട്ട് പറയാം. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ ഹീറ്റ് ട്രീറ്റ്മെന്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.